അനു വിവാഹത്തിന്റെ തലേദിവസം മാത്രമാണ് തന്റെ വിവാഹമാണ് നാളെ എന്ന് തുറന്നു പറഞ്ഞത്. അതും അനുമോൾ എവിടെ വെച്ചാണ് വിവാഹം, ആരെയാണ് വിവാഹം കഴിക്കുന്നത് എന്നൊന്നും വ്യക്തമാക്കിയിട്ടിരുന്നില്ല. ഒരു കാര്യങ്ങളും തന്റെ വിവാഹത്തെക്കുറിച്ചുള്ള ഒരു സന്തോഷം, ഡ്രസ്സ് എടുക്കുന്നതോ തയ്പ്പിക്കാൻ കൊടുക്കുന്നതോ ഓർണമെന്റ്സ് എടുക്കുന്നതോ മേക്കപ്പിനെ കുറിച്ചോ അങ്ങനെ ഒരു കാര്യങ്ങളും, വിവാഹമാണെന്ന് പോലും, വിവാഹമാണെന്നോ വിവാഹത്തെ പറ്റിയുള്ള ചുറ്റും നടക്കുന്ന ഒരു കാര്യങ്ങളും അനു ആരോടും പങ്കുവച്ചിരുന്നില്ല. അതുപോലെ തന്നെ അനുവിന്റെ ഒപ്പമുള്ളവരും ഈ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വിട്ടിരുന്നില്ല. എന്നാൽ വരൻ ഭുവനേശ്വർ ആണെന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആരാധകർ എങ്ങനെയോ മണത്തറിഞ്ഞിരുന്നു. എന്താണെങ്കിലും കല്യാണം താൻ പുറത്തു പറയാത്തതിന് കാരണം തന്നെ പലർക്കും ഇഷ്ടമില്ല എന്നും, അങ്ങനെയുള്ള സന്തോഷ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ തനിക്ക് ഇവളായി വരും എന്നുള്ളൊരു വിശ്വാസം അനുവിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പുറത്തു പറയാത്തതെന്നും, വിവാഹം തന്റെ സന്തോഷമാണ്, തന്റെ സ്വകാര്യമായൊരു സന്തോഷമാണ് വിവാഹം. അത് നശിപ്പിക്കാൻ തന്നെ ഇഷ്ടമില്ലാത്തവർ ശ്രമിക്കും. ആ ഇഷ്ടമില്ലാത്തവർ ശ്രമിക്കുന്നത് കൊണ്ടാണ് താൻ ആ ഒരു കാര്യം പുറത്ത് പറയാത്തത്. തന്നെ ഇഷ്ടമുള്ളവർക്കും തന്നെ സ്നേഹിക്കുന്നവർക്കും വേണ്ടി കാര്യങ്ങളെല്ലാം ഇനി പങ്കുവെക്കുമെന്നും അനു പറയുന്നുണ്ട്. വിവാഹത്തെക്കുറിച്ചുള്ള ഒരു സൂചനകളും അനു പുറത്തു വിട്ടിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അനുവിന്റെ വിവാഹത്തെ പറ്റി പല ചർച്ചകളും വരുമ്പോഴും അത് എപ്പോഴത്തെയും പോലെ ഒരു ചർച്ച മാത്രമാണെന്നാണ് എല്ലാവരും കരുതിയത്. ഭുവനേഷ് രാജേന്ദർ എന്നാണ് വരന്റെ മുഴുവൻ പേര്. നടനും മോഡലുമാണെന്ന് ഇൻസ്റ്റഗ്രാം ബയോയിൽ പറയുന്നു. ചെന്നൈയിലെ പ്രമുഖ സമ്പന്ന കുടുംബത്തിലെ അംഗമാണ് ഭുവനേഷ് എന്നാണ് റിപ്പോർട്ടുകൾ. സോഷ്യൽ മീഡിയയിലേക്ക് നോക്കിയാൽ 2019 മുതൽ ഇൻസ്റ്റഗ്രാമിൽ സജീവമായ ഭുവന് 1.39 ലക്ഷം ഫോളോവേഴ്സ് ആണ് ഇൻസ്റ്റഗ്രാമിൽ ഉള്ളത്. അതേസമയം ഭുവൻ ആരെയും തന്നെ ഫോളോ ചെയ്യുന്നുമില്ല. മോഡലിംഗ്, ആക്ടിംഗ്, ഫാഷൻ, ട്രാവൽ, ലൈഫ് സ്റ്റൈൽ, ഫിറ്റ്നസ്, കണ്ടന്റ് ക്രിയേഷൻ എന്നീ മേഖലകളിലാണ് ഭുവന് താല്പര്യം. റീൽ വീഡിയോകളിലൂടെയാണ് ഭുവൻ കൂടുതൽ പരിചിതനായത്. അനുവിന്റെയും ഭുവന്റെയും പ്രണയ വിവാഹമാണോ എന്നത് വ്യക്തമല്ല. തന്നെ സ്നേഹിക്കുന്നവർക്കും തന്റെ നല്ലത് ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി എല്ലാ വിശേഷങ്ങളും തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കുമെന്നാണ് അനുമോൾ പറയുന്നത്. വെറുക്കുന്നവർക്ക് എല്ലാ വിവരങ്ങളും നേരത്തെ കിട്ടേണ്ട എന്ന് കരുതിയാണ് കല്യാണത്തെക്കുറിച്ചോ വരനെക്കുറിച്ചോ ഒന്നും വെളിപ്പെടുത്താത്തത് എന്നും അനുമോൾ പറയുന്നുണ്ട്. 3-4 വർഷത്തോളമായുള്ള ചോദ്യത്തിന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഉത്തരം കിട്ടിയത് എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു സർപ്രൈസ് തന്നെയായിരുന്നു അനുവിന്റെ വിവാഹം. ലൈഫ് സ്റ്റൈൽ, ഫിറ്റ്നസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന എന്തായാലും ഒരു നടനല്ലാതെ ആരെങ്കിലും ആയിരിക്കും അനുവിനെ വിവാഹം കഴിക്കുന്നത് എന്ന് ആരും ചിന്തിച്ചിരുന്നില്ല. അനുമോളുടെ അടുത്ത ബന്ധുക്കൾ ഒരു 50-ൽ താഴെ ആളുകൾ മാത്രമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന വിവാഹത്തിൽ പങ്കെടുത്തത്. നടൻ സുരേഷ് ഗോപി എത്തിയത് വലിയ രീതിയിൽ തന്നെ ചർച്ചയായി മാറിയിരുന്നു. പിയും നടനുമായ സുരേഷ് ഗോപി എത്തിയിരുന്നു. താലി കെട്ടിയതിനു ശേഷം വധൂവരന്മാർ സുരേഷ് ഗോപിയുടെ അനുഗ്രഹം വാങ്ങി. അധികം ആളുകളെയൊന്നും താൻ വിവാഹത്തിന് ക്ഷണിച്ചിട്ടില്ല. ഏറ്റവും വേണ്ടപ്പെട്ട വളരെ കുറച്ചു പേർ മാത്രമേ ഉള്ളൂ. വിളിക്കാനാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടെന്നാണ് അനുമോൾ പറഞ്ഞത്.